നമ്മൾ നഗാരിയിലാണുള്ളത്. സമയം 2 മണിയായി. എണീറ്റിട്ടേ ഉള്ളൂ. എന്നാണ് നമ്മുടെ സബ്മിറ്റ്. -ഡിഗ്രി ആണെന്ന് തോന്നുന്നുണ്ട്. നല്ല സ്നോഫോളൊക്കെ ടെൻറ്റിൽ വന്നിട്ട് വെള്ളം മൊത്തം ഒറ്റിയിട്ട് ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും കണ്ണടച്ചപ്പോൾ കണ്ടത് മൊത്തം പാരൻസിൻ്റെ മുഖം, പിന്നെ ഇഷ്ടമുള്ള ആൾക്കാരുടെ മുഖമൊക്കെയാണ്. മരിക്കാൻ പോകുന്നപ്പോൾ ആ കാണുന്ന പോലെയൊക്കെ അത്ര സീനായിരുന്നു ഇന്നലെ. അപ്പോൾ സമയം ഏകദേശം 2 മണിയായി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു അരമണിക്കൂറിൽ സമ്മിറ്റിന് ഇറങ്ങും. സൺറൈസിന് മുന്നേ സബ്മിറ്റ് ചെയ്യാനാണ് പ്ലാന്. അപ്പോൾ ഭയങ്കര ഇരുട്ടാണ് ഇവിടെ. ഇരുട്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇരുട്ട്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കയറി പോകാൻ പോകുന്നത്. അപ്പോൾ ഇതുണ്ടോ, ടോർച്ച് ലൈറ്റൊക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കയറണം, അല്ലെങ്കിൽ വഴി പോയിട്ട് ഒന്നും കാണില്ല. അപ്പോൾ സാധാരണ നമ്മൾ ട്രക്ക് ചെയ്യുന്ന പോലെ ഗ്യാപ്പ് ഇടാനോ റെസ്റ്റ് എടുക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റില്ല. സ്ട്രെയിറ്റ് ട്രക്കിംഗ് ആണ്. അപ്പോൾ എന്തായാലും സബ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സബ്മിറ്റ് ചെയ്തിട്ട് അവിടെ ഉള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഇരുട്ടിൽ ഞാൻ റിസ്ക് എടുത്ത് വ്ളോഗ് ചെയ്യുന്നില്ല. എന്തായാലും ചെറിയ എന്തെങ്കിലും 2-3 ക്ലിപ്സ് ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഇപ്പോൾ പിന്നെ എൻ്റെ ഷൂസിൻ്റെ കാര്യം, സ്പൈക്സും ക്രാമ്പോൺസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ വരും. സ്പൈക്സ് താഴെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഒരു സപ്പോർട്ടും ഗ്രിപ്പൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. അങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നു ഗൈസ്. അതൊക്കെ പാക്ക് ചെയ്തു. ഷൂസ് സ്പൈക്സ് എല്ലാം ഇട്ട് സെറ്റായി ഇപ്പം ഇറങ്ങാൻ പോണു ഗൈസ്. വയറുവേദനയെടുത്ത് തോലയുണ്ട്. വയറുവേദനയും ഇവിടെ ഒരു വേദനയും നല്ലോണം ഉണ്ട്. എങ്ങനെ കയറുമെന്ന് അറിയില്ല ഈ വേദന വെച്ചിട്ട്. വയറിങ്ങനെ പിടിച്ചിരിക്കുകയാണ് കൊളുത്തിയിട്ട്. ശരിയപ്പോൾ halfway to summit. Finally, we have summited Sarpas at 13,800 feet. Rest point. 1 minute. വരുന്ന വഴിക്ക് ഒരു ദിവസം ഇല്ലാത്തൊരു വയറുവേദനയും ഗ്യാസ് ട്രബിളിൻ്റെ ഇഷ്യൂ ഒക്കെ ആയിട്ട് എനിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ ട്രക്ക് വാസ് റിയലി ഗുഡ്. ഐ റിയലി എൻജോയ് ട്രക്കിംഗ് ഇൻ ദ സ്നോ. പക്ഷേ ഈ പണ്ടാര വയറുവേദന ഉള്ള കാരണം വയറ് വേദനയില്ല, ഒരു കൊളുത്തിപ്പൊടിയ ഗ്യാസ് വന്നിട്ട്. അപ്പോൾ നടക്കാൻ പറ്റുന്നില്ല സ്റ്റീപ്പിലേക്ക്, അതാ പ്രശ്നം. പക്ഷെ ട്രക്ക് വാസ് സൂപ്പർ അമേസിങ്. ഐ ലവ്ഡ് ഇറ്റ്. ഭയങ്കര ഇഷ്ടമായി.
ഭയങ്കര തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ വേദനയും കഷ്ടപ്പാടാണ് സഹിക്കാൻ പറ്റാത്തത്. ഇവിടെ നിന്നുള്ള വ്യൂ കാണുമ്പോൾ തന്നെ മനസ്സ് അങ്ങ് നിറഞ്ഞു പോവാ. ഓ മൈ ഗോഡ്. ഷൂ അതുപോലെ തന്നെ അത്യാവശ്യം നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് സ്പൈക്സ്. ഇതിട്ടുകൊണ്ട് ഷൂ പൊളിഞ്ഞിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് നടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വയറുവേദനയാണ്. പിന്നെ ഈ ഹോട്ടലിൽ കൂടുമ്പോഴുള്ളൊരു ചുമ, ഇങ്ങനെ ഒരു കുത്തി ചുമയുണ്ട്, നമുക്ക് ശ്വാസം കിട്ടാണ്ട്, അതൊരു പ്രശ്നമുണ്ട്. അല്ലാതെ എല്ലാം കൊണ്ടും ഐ ട്രൂലി എൻജോയ്ഡ് ഇറ്റ്. ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ്. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. അയ്യോ സോറി എസ് പ്രാന്ത് പോലെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എക്സൈറ്റ്മെൻറ്റ് ഒരുമാതിരി അഡ്രിനാലിനാണ്. ഇതൊന്നും എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് മനസ്സിലാവില്ലേ. ഐ തിങ്ക് ദിസ് ഇസ് മൈ ടൈപ്പ് ഓഫ് തിങ് ഐ വോണ്ട് ടു. എന്താ പറയുക, ഈ വണ്ടർലയിൽ കയറുന്ന റൈഡ് പോലെ ഒന്നുമല്ല ഇതൊക്കെ. വേറെന്തോ ഒരു അഡ്രിനാലിൻ കയറി ബോഡി ഫുള്ള് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ. ഓ മൈ ഗോഡ്. അയ്യോ എൻ്റെ അമ്മേ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഞാൻ കളിച്ചരാം. എടുക്കാം. എങ്ങനെയുണ്ടായിരുന്നു സബ്മിറ്റ്? എങ്ങനെയുണ്ടായിരുന്നു? സബ്മിറ്റ് ഈസിയാണ്. എന്താ പറയാനുള്ളത്? ചാടിപ്പിടിച്ചാൽ ഓടിങ്ങളും എൻ്റെ കുറച്ച് കഷ്ടപ്പെട്ടാലേ കിട്ടുള്ളൂ. കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ പോരെ. അതെ. പോകുന്ന വഴി കണ്ടോ ഗൈസ്, ഒരു ഡ്രീമിലുള്ള പോലെ ഉണ്ട്. തിരിച്ചിറങ്ങുന്ന വഴിയാ. അത്യാവശ്യം നടന്ന് ക്ഷീണിച്ചു. പക്ഷെ ഒരു മോട്ടിവേഷനും ഒരു ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനൊക്കെ ഉണ്ട് ഗൈസ്. ഇരുന്നില്ലേ? വാ. ഇതാണ് സക്രിയ. എനിക്ക് കളഞ്ഞു കിട്ടിയ ഒരു അനിയൻ കൊച്ചാണ് ഗൈസ്. ഒരു 40 പ്രാവശ്യം ഒരു മിനിറ്റിൽ ചേച്ചി 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. എന്ത് രസമാണ്. സത്യം പറഞ്ഞാൽ വരാൻ തോന്നുന്നില്ല. പക്ഷെ അധികം നേരം നിൽക്കാനും പറ്റില്ല. പിന്നെ മറ്റേ എവറസ്റ്റിലെ ആൾക്കാരെ പിന്നെ മഞ്ഞിലിങ്ങനെ പൊതിഞ്ഞ് എടുത്തുകൊണ്ട് പോകണ പോലെ എടുത്തുകൊണ്ട് വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് സ്നോ സ്ലൈഡൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ക്യാമ്പിലെത്തുന്നത്. ഇതുണ്ടോ ഇനി ആ ഉറുമ്പ് നടന്നോണം പോണത് അവിടെ എത്തണം. അത്യാവശ്യം നല്ല വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചൂടുത്തിട്ട് ഉള്ളിൽ ആണെങ്കിൽ ഒരു ടീഷർട്ട്, അതിൻ്റെ മുകളിൽ ഒരു തർമൽ, പിന്നെ ഒരു ടീഷർട്ട്, പിന്നെ ഈ ജാക്കറ്റ്, പിന്നെ ഈ ജാക്കറ്റ്, അങ്ങനെ ഞാൻ ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ അത്ര തണുപ്പായിരുന്നു. അപ്പോൾ ചൂടെടുക്കാൻ തുടങ്ങിയതുകൊണ്ട് ശ്വാസം മുട്ടുന്നുണ്ട്. പണ്ടാരം. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇനി കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ച്. അതോ പഠിച്ച റബ്ബേ, അയ്യപ്പാ. ഓ പോവേനെ. നല്ല വെയിലുണ്ട് ഗൈസ്. സൺസ്ക്രീൻ റീ ആപ്ലിക്കേഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. मेरी बोतल जा रही है। बोतल सही कर लो। पकड़ना उसकी बोतल सही करते हैं।
ടോപ്പെത്തി. ഇനി ഇവിടുന്ന് സ്ലൈഡ് ചെയ്ത് പോകണം. അല്ല സ്ലൈഡ് ചെയ്യുന്ന ഇതിൽ സ്ലൈഡ് ചെയ്ത് പോയിട്ട് അത് കഴിഞ്ഞാൽ മഞ്ഞ് കഴിഞ്ഞു. പിന്നെ ബിഷ്കരിയിൽ നമ്മൾ ക്യാമ്പ് ചെയ്യും. നമ്മളിത് അവിടെ നിന്ന് ഇത്രയും ദൂരം സ്നോ സ്ലൈഡ് ചെയ്ത് വന്നു. ഇറ്റ് ഈസ് വെരി നൈസ് എക്സ്പീരിയൻസ്. ഇതേ പോണു, നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്താൽ വരുന്നത്. അപ്പം കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്നോൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. ബിഷ്കരിയിലേക്കുള്ള വഴിയുണ്ടോ? അടിപൊളിയാണ്. കുറേ നല്ല മഞ്ഞല്ലേ വയലറ്റ് പൂക്കളും ഒക്കെ ഇട്ട്. ഈ ഗ്ലാസ് ഇടുന്ന എന്തിനറിയോ? സ്റ്റൈലിന് മാത്രമല്ല, ഈ മഞ്ഞിൽ നമ്മൾ നടക്കുമ്പം വെയിലടിക്കുമ്പം അത് ഡയറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാഴ്ച ശക്തി വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. എനിക്കറിയാം കുറച്ച് ചപ്പി ലുക്കാണെന്ന്, എന്നാലും പ്രൊട്ടക്ഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. കണ്ടോ പൂവ്? രസില്ലേ? മൈ ഫേവറേറ്റ് കളർ. കുറേ ദൂരത്തേക്ക് പൂ തന്നെയാണ്. ബിഷ്കരിയിലേക്ക് വഴി ശരിക്കും ഒരു മെഡോസാണ്. വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇന്നിപ്പോൾ ബിഷ്കരിയിൽ പോയിട്ട് സ്റ്റേ ചെയ്യണോ അതോ ഡയറക്റ്റ് പുൽഗ വഴി, അതായത് പുൽഗ വരെ പോയി കഴിഞ്ഞാൽ അവിടുന്ന്, അതായത് ബർഷിനി പോയി കഴിഞ്ഞാൽ അവിടുന്ന് വണ്ടി അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ഇന്ന് തന്നെ താഴത്തോട്ട് കസോളിലേക്ക് ഇറങ്ങണമെന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. കാരണം ഒന്നാമത് മൊത്തം ചളിയും ഒക്കെയായി, ഷൂ ഒക്കെ ഒരു അവസ്ഥയിലായി, ഒരു സ്പെയർ പോലും ഇല്ല. അപ്പോൾ സോക്സൊക്കെ അങ്ങ് നനങ്ങി. അപ്പോൾ ഈ ഒരു അൺകംഫർട്ടബിളായിട്ട് ഒരു ദിവസം കൂടെ നിന്നിട്ട് പോകണോ അതോ ഡയറക്റ്റ് ഇന്ന് തന്നെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നമ്മൾ, അതായത് സ്റ്റാർട്ടിങ് പോയിന്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ മാറ്റി നല്ല കുളിച്ച് നല്ല സെറ്റായിട്ട് കസോള് ഇറങ്ങായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറിയ കൺഫ്യൂഷനിലാണ്. എന്തായാലും എനിക്ക് ബിഷ്കരി വരെ ആണെങ്കിൽ ഇനി 3 കിലോമീറ്ററും കൂടെ ഉള്ളു നടക്കാൻ. പക്ഷേ പുൽഗ വരെ ആണെങ്കിൽ ഏകദേശം ഒരു 7 കിലോമീറ്റർ ഉണ്ടാവും മൊത്തത്തിൽ നടക്കാൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒന്നാമത് ഇന്ന് 14 കിലോമീറ്റർ ഓൾറെഡി നടന്നു. തോളൊന്നുമില്ല, തോളൊക്കെ പോയി. എന്താ ചെയ്യാന്നിങ്ങനെ ആലോചിക്കാം. ഇപ്പം തന്നെ ഞാൻ മടുത്ത്. പുൽഗ വരെ നടക്കാനുള്ള ആയുസ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. വഴിയുണ്ടോ? നല്ല രസമില്ലേ? എനിക്കിഷ്ടം ഇങ്ങനത്തെ മെഡോസിൽ കൂടെയൊക്കെ, ഇങ്ങനത്തെ സ്ഥലത്തിൽ കൂടെ നടക്കാം. കുറേ പൂക്കളൊക്കെ ആയിട്ട്. What is അളിഞ്ഞ തക്കാളി? It's my face. അപ്പോൾ നമ്മൾ ബിഷ്കരി ക്യാമ്പെത്തി. നല്ല രസമുണ്ട് ഇവിടെ. കോൾഡാണ്, പക്ഷേ കുറച്ചുകൂടി ബെറ്ററാണ്. ഇന്നലെ പോയി നഗാരോയിലെ പോലെ ക്യാമ്പൊന്നും അല്ലാന്ന് തോന്നുന്നു. ടെൻ്റ് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ നിൽക്കണോ അതോ പോണോ? ഇന്നിവിടെ നിന്ന് പോണെങ്കിൽ വീണ്ടും 6 കിലോമീറ്റർ നടക്കണം. ഇന്നിവിടെ നിൽക്കുവാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഷൂവിൻ്റെ ഒരു കുഴപ്പം, ഡ്രസ്സൊക്കെ നനഞ്ഞൊരു കുഴപ്പം. എന്തായാലും ഞാൻ ആലോചിച്ചിട്ട് ബാക്കി നോക്കാം. നമ്മൾ ബിഷ്കരിയിലാണ് ഇന്നിവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം മൊത്തം നല്ല മലകളും കുന്നും വെള്ളച്ചാട്ടവും, പിന്നെ അപ്പുറത്താണെങ്കിൽ മൊത്തം മഞ്ഞുമലകളും ഒക്കെ ഇട്ട് നല്ല രസമുണ്ട്. അപ്പം
ഇതാണ് സ്പൈക്സ്. അപ്പം ഇങ്ങനെയാണ് അഴിക്കട്ടോ. ഗായ്സ്, അപ്പോൾ ഇന്നലത്തെ പോലെ അല്ല. ഇന്നത്തെ ട്രെൻഡ് കുറച്ച് അടിപൊളി വ്യൂസും പിന്നെ അയ്യോ നല്ല വ്യൂ ഉണ്ട്. പിന്നെ അത്യാവശ്യം സ്പേസും ഉണ്ട്. പിന്നെ സ്ലോയിലും എല്ലാം കിടക്കുന്നത് നിലത്ത് തന്നെയാണ്. സ്ലീപ്പിംഗ് ബാഗൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ സർപ്പാസ് ട്രക്കിൻ്റെ റിവ്യൂ പറയാനായിട്ടാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, അത് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഓ എന്തോ ചെയ്തെന്ന്, അങ്ങനെ ഒരു ഫീൽ വരും. അത്യാവശ്യം മോഡറേറ്റ് ടഫിൻ്റെ പീക്ക് ലെവൽ ടഫ് എന്ന് ഞാൻ പറയില്ല, പക്ഷേ മോഡറേറ്റ് ടഫിൻ്റെ ഇടയിൽ വരുന്നൊരു സംഭവമാണ്. അത്യാവശ്യം കഷ്ടപ്പെടണം, നല്ല സ്റ്റാമിന വേണം. വെതർ ചേഞ്ച് ആകുമ്പോൾ അതിനനുസരിച്ച് ബോഡി അഡാപ്റ്റ് ആവണം. കാരണം നമ്മൾ ഡൽഹിയിൽ നിന്ന് വന്നപ്പോൾ ചൂട്, കസോൾ വന്നപ്പോൾ ഒരു മീഡിയം തണുപ്പ്, ഗ്രഹനിൽ പോയപ്പോൾ തണുപ്പ്, പിന്നെ അത് കഴിഞ്ഞ് സ്നോഫാള്, പിന്നെ അത് കഴിഞ്ഞ് മഞ്ഞെന്നൊക്കെ പറഞ്ഞ് നഗാരു ക്യാമ്പിൽ കിടന്നത് എനിക്കാലോചിക്കാൻ. പിന്നെ നല്ല വെയിലുണ്ടാവും. അതായത് മൗണ്ടെയ്ൻസിൽ നിന്ന് അടിക്കുന്ന വെയിൽ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് ടാനും പിന്നെ അതുപോലെ തന്നെ സൺ ഡാമേജ് ആക്കുന്ന സാധനമാണ്. എനിക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഓൾറെഡി ആ പ്രശ്നമുള്ളതുകൊണ്ട് അത്യാവശ്യം അത് നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നാട്ടിൽ പോയിട്ട് ഉണക്ക് റെഡിയാക്കാൻ. അപ്പോൾ പിന്നെ മെഡോസായി. ഇപ്പോൾ ബിഷ്കരിയിൽ വന്നപ്പോൾ മെഡോസും റിവറും പിന്നെ ചെറിയൊരു മഴയും അങ്ങനത്തെ വൈബായിരുന്നു. പക്ഷെ നഗാരുവിൽ പെയ്ത മഴ കട്ട സ്നോ ആയിരുന്നു. വഴിയൊക്കെ എന്ന് വെച്ചാൽ ലൈക്ക് ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ വെച്ച് നടന്നില്ലെങ്കിൽ ആൾ പോയി. അങ്ങനെയാണ് അവിടുത്തെ സംഭവം. എത്ര പേര് ഞങ്ങളുടെ കൂടെ ക്യാമ്പിൽ വന്ന ആൾക്കാർ ലിറ്ററി ഇങ്ങനെ പോയി വീണ് കാല് ഫുള്ളൊരു ഹാഫോളം ആ മഞ്ഞിൻ്റെ ഇതിലേക്ക് പോയി പിന്നെ അവിടെ നിന്ന് അങ്ങനെ എണീറ്റ് വന്നതാണ്. പിന്നെ ഇന്ന് ചെയ്ത സർപ്പാസ് ട്രക്കാണെങ്കിലും അതുപോലെ തന്നെ അത്യാവശ്യം സൂക്ഷിച്ചും കണ്ടും നടന്നില്ലെങ്കിൽ നമ്മളെ ഓരോ സ്റ്റെപ്സും കെയർഫുള്ളായിട്ട് വെച്ചില്ലെങ്കിൽ ശരിക്കും വഴുതി അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എവിടെയാണ് നിൽക്കാമെന്നും കൂടി പറയാൻ പറ്റില്ല. അത്ര ടോപ്പിൽ നിന്നും ആയതുകൊണ്ടും പിന്നെ ടോപ്പിൽ നിന്നായതുകൊണ്ടും പിന്നെ ഒരു ഹിമാലയാസാണ്. ലൈക്ക് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇടയ്ക്ക് കല്ലൊക്കെ ഉണ്ട്, നല്ല പാറക്കല്ല്. എന്നിട്ട് എൻ്റെ കൈയൊന്ന് മുറിഞ്ഞു, അത് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ എന്നാൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നാളെ ഞാൻ ബിഷ്കരി ടു വർഷിനി വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ എനിക്കിത് മാത്രം പറയാൻ കിട്ടുന്നില്ല. Okay guys, thank you for watching. Please subscribe to my channel, like, share and comment. Please share it with your